ഹലോ എവരി വൺ. ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബഡേ ഭായ് സാഹബ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടായിരുന്നു. ഫസ്റ്റ് പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പേജ് നമ്പർ 56 മുതലാണ് നോക്കാൻ പോകുന്നത്. മേരാജി പഠനേ മേ ബിൽക്കുൽ ന ലഗ്താ ഥാ. എൻ്റെ മനസ്സ് പഠിക്കുന്നതിൽ ഒരിക്കലും മുഴുകിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനൊരു മൂഡില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനൊരു താല്പര്യമില്ല. ഏക് ഘണ്ടാ ഭി, ഒരു മണിക്കൂർ പോലും കിതാബ് ലേക്കർ ബൈഠന പഹാഡ് താ. പുസ്തകം എടുത്തു വച്ച് ഇരിക്കുന്നത് പോലും, ഒരു മണിക്കൂർ ഇരിക്കുന്നത് പോലും എനിക്കൊരു പർവ്വതം കയറുന്ന അത്ര പാടായിരുന്നു. മൗക്ക പാത്തേ ഹി, അവസരം കിട്ടിയാൽ ഉടനെ ഹോസ്റ്റൽ സെ നിക്കൽ കർ, ഞാൻ ഹോസ്റ്റൽ, ഇതാരാണ് പറയുന്നത്? നമ്മുടെ ചോട്ടേ ഭായ് സാഹബ്. ചോട്ടേ ഭായ് സാഹബ് സ്വയം പരിചയപ്പെടുത്തുകയാണ്. എനിക്ക് പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു കുട്ടിയാണ് ഞാൻ. ഒരു മണിക്കൂർ പോലും പുസ്തകം എടുത്ത് വെച്ചിരിക്കുന്നത് എനിക്കൊരു പർവ്വതം കയറുന്നതിന് തുല്യമാണ്. അവസരം കിട്ടിയാൽ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് നിക്കൽക്കർ, ചാടിപ്പോയിട്ട് മൈതാൻ മേ ആജാത്ത, മൈതാനത്തിലേക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് പോകും. ഓർ കഭി, പിന്നെ എന്താണ് ചെയ്യുന്നത്? കഭി കങ്കരിയാം ഉച്ചാൽത്ത, ഇടയ്ക്ക് കങ്കരിയാം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കല്ലുകൾ, ഉച്ചാൽത്ത എറിഞ്ഞ് കളിക്കും. ചുമ്മാ ചെറിയ ചെറിയ കല്ലുകളൊക്കെ എടുത്ത് എറിഞ്ഞ് കളിക്കും. കഭി ഇടയ്ക്ക് കാഗസ് കി തിത്തലിയ ഉടാത്ത, പേപ്പർ വെച്ചുള്ള ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടാക്കിയിട്ട് പറത്തും. ഓർ കഹിം കോയി സാഥി മിൽ ഗയാത്തോ, പിന്നെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ കിട്ടിയാൽ പിന്നെ തോ പൂച്ച്നാ ഹീക്ക, പിന്നെ ഒന്നും പറയാനില്ല. ഫ്രണ്ട്സിനെ എൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. മൊത്തം ജോളിയായിട്ട് അടിച്ച് പൊളിച്ച് നടക്കുന്ന ഒരു കുട്ടിയാണ് ആര്? നമ്മുടെ ചോട്ടേ ഭായ് സാഹബ്. പഠിക്കാൻ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ഇതെന്ന് പറയുന്നത്. ഏതാണ്? ഇവിടം തൊട്ട് കഭി കങ്കരിയാം ഉച്ചാൽത്ത, അവിടം തൊട്ട് ചോദിക്കാവുന്നതാണ്. എന്തൊക്കെയാണ് ലേഖകനെക്കുറിച്ച് ചോദിച്ചാൽ ഈ ഫുൾ പാരഗ്രാഫ് എഴുതാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ലേഖകൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതാം. ലേഖകൻ്റെ സ്വഭാവത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പഠിക്കാൻ ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ എഴുതാം. അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ കഭി കങ്കരിയ ഉജാൽത്ത, കാഗസ് കി തിത്തലിയാ ഉടാത്ത, और कहीं कोई साथी मिल गया तो पूछना ही क्या. കഭി ഇടയ്ക്ക് ചാർദിവാരി പർ ചടുക്കർ, ഇടയ്ക്ക് അവിടെ കയറും, നമ്മുടെ മതിലൊക്കെ കയറിയിട്ട് നീച്ചെ കൂത് രഹേ ഹെ, താഴേക്ക് ചാടും. കഭി ഫാട്ടക് പർ സവാർ, ഇടയ്ക്ക് ഫാട്ടക് ഗേറ്റിൽ കയറിയിട്ട് ഉസെ ആകെ പീछे ചലാത്തെ ഹുവേ മോട്ടോർ കാർ കാ ആനന്ദ് ഉഠാ രഹേ ഹെ, ഗേറ്റിൽ കയറി നിന്നിട്ട് അതിനെ ഫ്രണ്ടിലോട്ടും പിറകിലേക്കും ചലിപ്പിച്ച് അതിൻ്റെ അകത്ത് വണ്ടിക്കകത്തൊക്കെ കയറിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ ശ്രമിക്കും. അതിൻ്റെ അകത്തുനിന്ന് ആടും. അപ്പോൾ മിക്കവരും ചെയ്യുന്നൊരു പണിയല്ലേ ഇത്? ഗേറ്റിനകത്ത് കയറി നിന്നിട്ട്, അല്ലെങ്കിൽ ഗേറ്റിനകത്തൊക്കെ ചാടി പിടിച്ച് കയറിയിട്ട് അതിങ്ങനെ തള്ളി തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടുന്നത് നല്ല പണിയാണ്. പിന്നെന്താണ്? ലേക്കിൻ കമരേമേ, ഇതെല്ലാം ചെയ്യും ആര്? നമ്മുടെ ചോട്ടേ ഭായ് സാഹബ്. പക്ഷേ കമരേമേ ആത്തേ ഹി ഭായ് സാഹബ് കാ വഹ് രുദ്ര രൂപ് ദേഖ്കർ പ്രാൺ സൂഖ് ജാത്തേ ഹെ. പക്ഷേ കമരേമേ ആത്തേ ഹി, റൂമിൽ വരുമ്പോൾ ബഡേ ഭായ് സാഹബിൻ്റെ ആ ഒരു രുദ്രരൂപം, എന്താണ് രുദ്രരൂപം? ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുന്നൊരു, ദേഷ്യപ്പെട്ടായിരിക്കും എപ്പോഴും നമ്മുടെ ബഡേ ഭായ് സാഹബ് നിൽക്കുന്നത്. ആ ഒരു ദേഷ്യം, ഭയങ്കര ദേഷ്യം കണ്ടിട്ട് പ്രാൺ സൂഖ് ജാത്തേ, ഇതൊരു മുഹാവരയാണ്, ഇമ്പോർട്ടൻറ്റ് മുഹാവരയാണ്. പ്രാൺ സൂഖ് ജാത്തയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ബഹുത് ഡർ ജാന, വളരെയധികം പേടിക്കുക എന്നാണ് ആ ഒരു മുഹാവരയുടെ അർത്ഥം. ഉൻകാ പെഹ്ലാ സവാൽ വഹ് ഹോത്താ ഹെ, യഹ് ഹോത്താ ഹെ, ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബഡേ ഭായ് സാഹബിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കളിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ചോട്ടേ ഭായ് സാഹബ് റൂമിലെത്തുമ്പോൾ ബഡേ ഭായ് സാഹബ് എന്താണ് ചോദിക്കുന്നത്? അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്, കഹാന്ത്. ബഡേ ഭായ് സാഹബ് എപ്പോഴും നമ്മുടെ ചോട്ടേ ഭായ് സാഹബ് റൂമിലെത്തുമ്പോൾ ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഹാന്ത്, എവിടെയായിരുന്നു? ഹമേശ എപ്പോഴും യഹി സവാൽ, ഇതേ ചോദ്യം തന്നെ. ഇസി ധ്വനിമേ, ഇതേ ധ്വനിയിൽ, ഇതേ ഒരു ശബ്ദത്തിൽ, ഇതേ ഒരു ഇതിൽ, ദേഷ്യമാണെങ്കിൽ നമ്മളൊരു വാക്ക് തന്നെ പല പല ഇതിൽ പറയല്ലേ. ഒരു സ്നേഹത്തോടെ, ഒരു വാക്ക് തന്നെ സ്നേഹത്തോടെ പറയാം, ദേഷ്യത്തോടെ പറയാം. അപ്പോൾ ഇവിടെ നമ്മുടെ ബഡേ ഭായ് സാഹബ് എപ്പോഴും ദേഷ്യത്തിൽ, ഈ ഒരു ധ്വനിയിൽ എപ്പോഴും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഹമേശ പൂച്ച ചാത്ത, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. ഓർ ഇസ്കാ ജവാബ് മേരെ പാസ് കേവൽ മൗൻ ഥാ, പിന്നെ എന്താണ് ഇതിൻ്റെ ജവാബ്, ഉത്തരം
എൻ്റെ കയ്യിൽ എന്താണ്, കേവലം മൗനം മാത്രമാണ്, മിണ്ടാതിരിക്കുന്നത് മാത്രമാണ് ഇതിൻ്റെ ഉത്തരവായിട്ട് എനിക്കുള്ളത്. അല്ലാതെ എനിക്ക് ഇതിൻ്റെ അകത്തൊന്നും ഭായ് സാഹിബിനോട് പറയാൻ പറ്റില്ല. ना जाने मेरे मुँह से यह बात क्यों न निकलती कि जरा बाहर खेल रहा है, बाहर खेल रहा है, പുറത്ത് കളിക്കുകയായിരുന്നു. ന ജാനെ എനിക്കറിയില്ല, മേരെ മുഹ്സെ യഹ് ബാത്ത് എൻ്റെ വായിൽ നിന്ന് ഈ ഒരു കാര്യം, ക്യോ ന നിക്കൽത്തി എന്തുകൊണ്ടാണ് വരാത്തത്, ഈ ഒരു ഉത്തരം എന്താണ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ചോട്ടെ ഭായ് സാഹിബ് എപ്പോഴും മൗനമാണെന്ന് പറഞ്ഞു. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ പറയില്ല, മിണ്ടാതിരിക്കും. അപ്പോൾ നമ്മുടെ ചോട്ടെ ഭായ് സാഹിബ് തന്നെ പറയുകയാണ്, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എൻ്റെ വായിൽ നിന്ന് ഞാൻ കളിക്കുകയായിരുന്നു പുറത്ത് കളിക്കുകയായിരുന്നു എന്ന ഉത്തരം എൻ്റെ വായിൽ നിന്ന് എന്തുകൊണ്ടാണ് പുറത്തേക്ക് വരാത്തതെന്ന് എനിക്ക് അറിയില്ല. അതാണ് ആ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം. മേരാ മൗൻ കഹ് ദേതാ ഥാ കി മുझे अपना अपराध स्वीकार है. എൻ്റെ മൗനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മൗനത്തിൽ നിന്ന് ബഡേ ഭായ് സാഹിബിന് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ എൻ്റെ മൗനത്തിൽ ഞാൻ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, മുझे अपना अपराध स्वीकार है, ഞാൻ എൻ്റെ കുറ്റം സമ്മതിച്ചിരിക്കുന്നു, ഞാൻ തെറ്റ് ചെയ്തു എന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇതാണ് എൻ്റെ മൗനം കൊണ്ട് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ മൗനം ബഡേ ഭായ് സാഹിബിനോട് പറയുന്നത് ഇതാണ്, ഞാൻ എൻ്റെ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ഓർ ഭായ് സാഹബ് കെ ലിയെ ഉസ്കെ സിവാ ഓർ കോയി ഇലാജ് നഥ. പിന്നെ ബഡേ ഭായ് സാഹബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ബഡേ ഭായ് സാഹബിന് ഈ മൗനത്തിൽ നിൽക്കുമ്പോൾ ഇതിന് കോയി ഇലാജ് നഥ, ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ല. ഇത് ട്രീറ്റ്മെൻ്റ് എന്നാണ് ഇലാജ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ കുരുത്തക്കേട് കാണിക്കുന്നതിനൊന്നും ബഡേ ഭായ് സാഹബിൻ്റെ കയ്യിൽ മറ്റൊരു ട്രീറ്റ്മെൻ്റ് ഇല്ല. അപ്പോൾ എന്താണ് ബഡേ ഭായ് സാഹബ് സാധാരണ ചെയ്യുന്നത്, कि स्नेह और रोष से मिले हुए शब्दों में मेरा सत्कार करें. സ്നേഹവും രോഷം ദേഷ്യവും കൂടിച്ചേർന്ന മിലേ രണ്ടും കൂടെ ചേർന്ന ശബ്ദങ്ങൾ അല്ലെ വാക്കുകൾ കൊണ്ട് എന്നെ സൽക്കരിക്കുക. സ്നേഹവും ദേഷ്യവും ചേർന്ന വാക്കുകൾ കൊണ്ട് എന്നെ സൽക്കരിക്കുക. എന്താണ്, ഉപദേശിക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഉപദേശിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ബഡേ ഭായ് സാഹബ് ചെയ്യുന്നത്. എന്താണ്, സ്നേഹ് ഓർ രോഷ് സേ മിലേ ഹുവേ ശബ്ദോ മേ മേരാ സത്കാർ കരേം. ഇതാണ് നമ്മുടെ ബഡേ ഭായ് സാഹബ് ചെയ്യുന്ന കാര്യം. ഓക്കെ, ഇസ് തരഹ് അംഗ്രേസി പഠോഗെ. ഇസ് തരഹ് അംഗ്രേസി പഠോഗെ എന്നിട്ട് എങ്ങനെയാണ് ഉപദേശിക്കുന്നതെന്ന് നമ്മൾ നോക്കുകയാണ്. ഇസ് തരഹ് അംഗ്രേസി പഠോഗെ. അംഗ്രേസി എന്താണ്, ഇംഗ്ലീഷ്. നീ ഈ രീതിയിൽ തന്നെ ഇംഗ്ലീഷ് പഠിച്ചാൽ തോ ജിന്ദഗി ഭർ പഠിത്തേ രഹോഗെ. നിൻ്റെ ജിന്ദഗി ഭർ, ജീവിതം മുഴുവനും നീ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. ഓർ ഏക് ഹർഫ് ന ആയക. പക്ഷെ ഒരു ഹർഫ്, എന്താണ് ഹർഫ്, അക്ഷരം, ഒരു അക്ഷരം പോലും നിനക്ക് മനസ്സിലാവാൻ അല്ലെങ്കിൽ പഠിക്കാൻ നീ പോകുന്നില്ല. ഈ രീതിയിൽ നീ ഇംഗ്ലീഷ് പഠിച്ചാൽ ഒരു അക്ഷരം പോലും നീ പഠിക്കാൻ പോകുന്നില്ല. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബഡേ ഭായ് സാഹബ് ആദ്യം ഏത് വിഷയത്തിൻ്റെ കഠിനായി കെ ബാരേമേ, ഏത് വിഷയത്തിൻ്റെ പ്രയാസത്തിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസറാണ് അംഗ്രേസി. ഓക്കെ, MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. നീ ഈ രീതിയിൽ ഇംഗ്ലീഷ് പഠിച്ചാൽ നീ ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, ഒരക്ഷരം പോലും നിനക്ക് മനസ്സിലാവാൻ പോകുന്നില്ല. അംഗ്രേസി പഠനാ കോയി ഹസീഖേൽ നഹി ഹെ. ഇംഗ്ലീഷ് പഠിക്കുന്നത് വെറും ഒരു കുട്ടിക്കളിയല്ല. ഹസീഖേൽ എന്ന് വെച്ചാൽ കുട്ടിക്കളിയല്ല. കി ജോ ചാഹെ പഠില്ലേ. എന്താണ് ജോ ചാഹെ പഠില്ലേ, ആർക്ക് വേണമെങ്കിലും പഠിക്കാം. ജോ ചാഹെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പഠിക്കാം. അങ്ങനെയുള്ളൊരു ഇതല്ല ഇംഗ്ലീഷ്. ചുമ്മാ പഠിക്കണമെന്ന് വിചാരിച്ചാൽ പഠിക്കാവുന്നൊരു കാര്യമല്ല. നഹി ഏറാ ഗേറാ നധു ഖൈറ സഭി അംഗ്രേസി കെ വിദ്വാൻ ഹോ ജാത്തെ. ഏറാ ഗേറാ നധു ഖൈറ ഇതൊരു മുഹാവരയാണ്. ഏറാ ഖൈറ നധു ഖൈറ. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കോയി സാധാരണ വ്യക്തി, ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ വ്യക്തി. അപ്പോൾ നഹി ഏറാ ഗേറ നധു ഖൈറ സഭി അംഗ്രേസി കെ വിദ്വാൻ ഹോ ജാത്തെ എന്ന് വെച്ചാൽ ഒരിക്കലും ചുമ്മാ സാധാരണ ആൾക്കാർക്കൊന്നും വെറുതെ ഉള്ള ഏതെങ്കിലുമൊക്കെ സാധാരണമായിട്ടുള്ള ആൾക്കാർ
ചുമ്മാ പോയി ഇംഗ്ലീഷ് വിദ്വാനാവുന്നൊന്നുമില്ല. നഹി ഏറാ ഖേറ നദുകര സഭി അംഗ്രേസി കെ വിദ്വാൻ ഹോ ജാത്തെ. എല്ലാ സാധാരണക്കാരായ വ്യക്തികളും ഒന്നും ഇംഗ്ലീഷിൽ വിദ്വാനാവാൻ പോകുന്നില്ല. അങ്ങനെയൊന്നും പറ്റില്ല. ആർക്ക് വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല ഇംഗ്ലീഷ്. അത് കുട്ടിക്കളിയുമല്ല. യഹാ രാത് ദിൻ ആംഖേം ഫോഡ്നി പഠിത്തി ഹെ और खून जलाना पड़ता है. ആംഖേം ഫോഡ്നി, ഖൂൻ ജലാന, ഇതൊക്കെ മുഹാവരയാണ്. ആംഖേം ഫോഡ്നി എന്ന് വെച്ചാൽ ബഹുത് പരിശ്രമം കർണ, ഖൂൻ ജലാന കഷ്ട ഉഠാന. ഓക്കെ, എന്ന് വെച്ചാൽ വളരെയധികം കഷ്ടപ്പെടുക എന്നുള്ളതിൻ്റെ മീനിങ് ആണ്. കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്ന് പഠിക്കുന്നു അല്ലെ, അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു മുഹാവരയാണ് ഇത്. യഹാ രാത് ദിൻ, ഇവിടെ രാത്രിയും പകലും മുഴുവൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിത്താ ഹെ, കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുകയാണ്. തബ് കഹി വെയിറ്റ് പഠിത്താ ഹെ, തബ് കഹി യഹ് വിദ്യ ആത്തി ഹെ. എന്നിട്ടാണ് ഈ രാത്രിയും പകലും മുഴുവൻ ഇരുന്ന് പഠിച്ചിട്ടാണ് ഈ ഒരു വിദ്യ കിട്ടുന്നത്, ഈ ഒരു ഇംഗ്ലീഷ് പരിജ്ഞാനം കിട്ടുന്നത്. ഓർ ആത്തി ക്യാ ഹെ, എന്നിട്ട് കിട്ടുന്നത് എന്താണ്? എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ ഹാ കഹനേക്കോ ആ ജാത്തി ഹെ, യെസ് ഓർ നോ അതുപോലത്തെ സംഭവമൊക്കെ പറയാൻ മാത്രം അറിയാം. യെസ്, നോ, യെസ് സാർ, നോ സാർ, ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി മാത്രം അറിയാം. ഹാ കഹനേക്കോ ആ ജാത്തി ഹെ, ഹാ യെസ് പറയാൻ മാത്രം അറിയാം. ബഡേ ബഡേ വിദ്വാൻ ഭി ശുദ്ധ അംഗ്രേസി നെഹി ലിഖ് സക്തേ. വലിയ വലിയ വിദ്വാൻമാർക്ക് പോലും ശുദ്ധമായിട്ടുള്ള ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല. ബോൽനാത്തോ ദൂർ രഹ, എഴുതാൻ അറിയില്ലെങ്കിൽ പിന്നെ പറയുന്ന കാര്യം പറയണ്ടല്ലോ. എഴുതാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം ആലോചിച്ചിട്ടൊക്കെ എഴുതാം. പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് റാപ്പിഡായിട്ട് പറയണ്ടേ, പെട്ടെന്ന് പറയണം, പക്ഷെ അതും പറ്റില്ല. और मैं कहता हूँ तुम कितने खोंखा हो कि मुझे देखकर भी सबक नहीं लेते. और मैं कहता हूँ, ഇനി ഞാൻ പറയാണ്, തും കിतना खोंखा हो, നീ എത്ര മണ്ടനാണ്, ഫൂളാണ്. कि मुझे देखकर भी सबक नहीं लेते. മുझे എന്നെ കണ്ട് പോലും നീ സബക് നഹി ലേത്തെ ഹെ. സബക്ക് എന്ന് വെച്ചാൽ എന്താണ്? പാഠം. എന്നെ കണ്ടിട്ട് പോലും നീ ഒരു പാഠം പഠിക്കുന്നില്ലല്ലോ. ടെക്സ്റ്റ് ബുക്കിലുള്ള പാഠമല്ല, നമ്മൾ പറയത്തില്ല അവനെ ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിക്കും, അതുപോലത്തെ പാഠവും അല്ല. നല്ല ശീലങ്ങൾ കണ്ട് പഠിക്കുന്നില്ല. നീ എന്തൊരു മണ്ടനാണ്. കുറേ പേർക്കാണെങ്കിൽ വീട്ടിലെ സാഹചര്യം കൊണ്ടാണ് മിക്കവരും എന്താണ് പഠിക്കാത്തത്. ഇവിടെ നിനക്ക് നല്ലൊരു ചേട്ടനെ കിട്ടിയിരിക്കുന്നു. എന്നെ കണ്ടിട്ട് പോലും നിനക്ക് ഒരു പാഠം പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ എന്തൊരു മണ്ടനാണ്. मैं कितनी मेहनत करता हूँ यह तुम अपनी आँखों से देखते हो. ഞാൻ എത്ര മെഹനത്ത് പരിശ്രം കർത്താ ഹൂ, ഞാൻ എത്ര പരിശ്രമിക്കുന്നുണ്ടെന്ന് തും അപ്നി ആംഖോൻ സെ ദേഖ്തേ ഹോ, നീ നിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നതാണ്. ഞാൻ എത്രത്തോളം പഠിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നുവെന്ന് നീ നിൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണുന്നതാണ്. അഗർ നഹീ ദേഖ്തേ, ഇനി നീ കണ്ടിട്ടില്ലെങ്കിൽ തോ യഹ് തുമാരി ആംഖോം കാ കസൂർ ഹെ, അത് നിൻ്റെ കണ്ണുകളുടെ കുഴപ്പമാണ്, നിൻ്റെ കണ്ണുകളുടെ കുറ്റമാണ്. തുമാരി ബുദ്ധി കാ കസൂർ ഹെ, നിൻ്റെ ബുദ്ധിയുടെ കുഴപ്പമാണ്. ഓക്കെ, നീ എന്താണ് ആദ്യം ഇംഗ്ലീഷിനെ കുറിച്ച് പറയുകയാണ്. ഇംഗ്ലീഷ് ഇങ്ങനെ പഠിച്ചാൽ നീ ജീവിതം മുഴുവൻ ഒരക്ഷരം പോലും പഠിക്കാൻ പോകുന്നില്ല. ഇംഗ്ലീഷ് പഠിക്കുന്ന അത്ര വലിയ അത്ര കളിതമാശയൊന്നുമല്ല. എല്ലാവർക്കും ഒന്നും ഇത് പഠിക്കാനും പറ്റില്ല. ഇവിടെ രാത്രിയും പകലും മൊത്തം കുത്തിയിരുന്ന് പഠിക്കുന്നവർക്ക് യെസ് ഓർ നോ പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. വലിയ വലിയ വിദ്വാൻമാർ പോലും ഇംഗ്ലീഷ് കറക്റ്റായിട്ട് എഴുതുന്നില്ല, പറയുന്നത് പോലും ഭയങ്കര പാടാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ലേഖകല്ല ബഡൈഭായ് സാബ് എന്താണ് ഉപദേശിച്ചത്? നീ എത്ര മണ്ടനാണ്, എന്നെ കണ്ടിട്ട് പോലും നിനക്കൊന്നും ഇതുവരെ, നീ എന്നെ കണ്ടിട്ട് പോലും ഒന്നും പഠിക്കുന്നില്ലേ. ഞാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് നീ നിൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതാണ്. ഇനി കണ്ടിട്ടില്ലെങ്കിൽ അത് നിൻ്റെ കണ്ണിൻ്റെയും നിൻ്റെ ബുദ്ധിയുടെയും കുഴപ്പമാണ്, അതെൻ്റെ കുഴപ്പമല്ല. ഇതാണ് നമ്മുടെ ബഡൈഭായ് സാബ് പറഞ്ഞത്. ഇത്തനെ മേളെ തമാശ ഹോത്തെ ഹേ, ഇവിടെയെല്ലാം എത്ര മേളകൾ, സർക്കസ്, ഫെയർ, ഇതെല്ലാം വരുന്നു. മുझे तुमने कभी देखने जाते देखा. മുझे നീ അല്ല ഞാൻ, തുമ്നെ കഭി ദേഖ്നെ ജാത്തെ ദേഖാ ഹെ, ഞാൻ ഇതൊക്കെ കാണാൻ പോകുന്നത് നീ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ മേള, തമാശ ഇതെല്ലാം കാണാൻ പോകുന്നത് നീ ഇതുവരെ കണ്ടിട്ടുണ്ടോ? റോസ് ഹി ക്രിക്കറ്റ് ഓർ ഹോക്കി മാച്ച് ഹോത്തെ ഹെ, എല്ലാ ദിവസവും ഹർ ദിൻ എല്ലാ ദിവസവും
ക്രിക്കറ്റ് ഓർ ഹോക്കി മാച്ച് ഹോത്തേ ഹെ. ക്രിക്കറ്റ് മാച്ച് ഉണ്ട്, ഹോക്കി മാച്ച് ഉണ്ട്, ടി വിയിലുണ്ട്, അല്ലാതെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെ ഉണ്ട്. മേ പാസ് നെഹി ഫട്ടക്ത, ഞാൻ അടുത്ത് പോലും പോകാറില്ല, ഞാൻ അടുക്കാറില്ല. ഹമേശ പഠിത്താ രഹത്താ ഹൂ, ഞാൻ ഫുൾ ടൈം ഹമേശ എപ്പോഴും പഠിത്താ രഹത്താ ഹൂ, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉസ് പർ ഭി ഏക് ഏക് ദർജേ മേ ദോ ദോ തീൻ തീൻ സാൽ പഠാ രഹത്താ ഹൂ. നോക്ക്, ഉസ് പർ ഭി എന്നിട്ട് പോലും, നീ നോക്ക്, എത്രയോ സർക്കസ് ഉണ്ട്, എത്രയോ ഫെയർ ഉണ്ട്, എത്രയോ പ്രോഗ്രാംസ് ഉണ്ട്, എത്ര മാച്ചസ് ഉണ്ട്, ക്രിക്കറ്റ് മാച്ച്, ഹോക്കി മാച്ച്, ഞാൻ അടുത്തു പോലും പോകാറില്ല, ഞാൻ അവിടെ ഒന്നും പോകുന്നതും നീ കണ്ടിട്ടില്ല, എപ്പോഴും ഇരുന്ന് പഠിത്തമാണ്. എന്നിട്ട് പോലും ഏക് ഏക് ദർജേമേ, ദർജ എന്താന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതായിരുന്നു, ക്ലാസ്. ഏക് ഏക് ദർജേമേ, ഓരോ ക്ലാസ്സിലും ദോ ദോ തീൻ തീൻ സാൽ പഠാ രഹത്താ ഹൂ, 2 or 3 വർഷം ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫിർ ഭീ തും കേസെ ആശാ കർത്തേ ഹോ कि तुम यूँ खेलकूद में वक्त गवाकर पास हो जाओगे. फिर भी ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഒരു ക്ലാസ്സിൽ തന്നെ 2-3 വർഷം ഇരിക്കുമ്പോൾ എന്നിട്ട് പോലും തും കേസെ ആശാ കർത്തേ ഹോക്കെ, നീ എങ്ങനെയാണ് ഇത് വിചാരിക്കുന്നത്, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിചാരിക്കുന്നത്? തും യോ ഖേൽക്കൂദ് മേ വക്ത് ഗവാക്കർ, ഖേൽക്കൂദ് കളികളിൽ, വക്ത് സമയം എന്നാണ്, 5 വക്ത് നമസ്കരിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? വക്ത് എന്ന് വെച്ചാൽ സമയം. അപ്പോൾ ഇങ്ങനെ കളികളിൽ സമയം കളഞ്ഞ് നടക്കുന്ന നീ പാസ് ഹോ ജാവുക, പാസ്സാവുമെന്ന് നീ എങ്ങനെ പ്രതീക്ഷിക്കുന്നു, നീ എങ്ങനെ കരുതുന്നു നീ പാസ്സാവുമെന്ന്? ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് ഫുൾ ടൈം പഠിക്കുന്ന ഞാൻ, ഒരു ക്ലാസ്സിൽ തന്നെ 2-3 വർഷം ഇരിക്കുന്ന ഞാൻ, എന്നെ കണ്ടിട്ട് നീ എങ്ങനെ വിചാരിക്കുന്നു ഇങ്ങനെ കളി തമാശകളിൽ സമയം കളഞ്ഞിട്ട് നീ പാസ്സാവുമെന്ന്? മുझे तो 2-3 साल लगते हैं, എനിക്ക് 2-3 വർഷം മാത്രം ഈ ക്ലാസ്സുകളിൽ ഇരുന്നാൽ മതി. തും ഉമ്ര ഭർ ഇസി ദർജേ മേ പഠേ സഡ്തേ രഹോഗെ, നീ നിൻ്റെ ജീവിതകാലം മുഴുവൻ ഈ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ടേ ഇരിക്കും എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ബഡേ ഭായ് സാഹബ്. ഇങ്ങനെ പഠിച്ചാൽ നീ ഈ വർഷം, ഈ ജന്മം മൊത്തം ഈ ക്ലാസ്സിൽ ഇരിക്കത്തേ ഉള്ളൂ എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ബഡേ ഭായ് സാഹബ് പറയുന്നത്. ഓക്കേ, പറയുന്നത് അഗർ തുമേ ഇസ് തരഹ് ഉമ്ര ഗവാനി ഹേ, ഇനി നീ ഇതേപോലെ തന്നെ നിൻ്റെ സമയം, അല്ലെ വയസ്സെന്നാണ് ഉമ്ര, വർഷം എന്നൊക്കെ ഇവിടെ ഉദ്ദേശിക്കാം. അപ്പം ഇതുപോലെ നീ നിൻ്റെ എല്ലാ വർഷവും കളഞ്ഞുകൊണ്ടിരുന്നാൽ തോ ബഹത്തർ ഹേ, അതിനെക്കാട്ടിലും നല്ലതാണ് ഖർച്ച്, അല്ലേ വീട്ടിൽ പൊയ്ക്കോ, ഒരു ഹോസ്റ്റലല്ലേ വീട്ടിൽ പൊയ്ക്കോ. ജാവോ ഓർ മസേ സേ ഗുല്ലി ഡണ്ടാ ഖേലോ, ഖർച്ച് അല്ലേ ജാവോ, വീട്ടിൽ പോയിട്ട് മസേ സേ നല്ല സന്തോഷത്തോടെ നീ ഗുല്ലി ഡണ്ട കളിച്ചോ. കുട്ടിയും കോലും, ഗുല്ലി ഡണ്ട എന്ന് വെച്ചാൽ എന്താണ്? കുട്ടിയും കോലും. നീ നല്ല സന്തോഷത്തോടെ വീട്ടിൽ പോയി കുട്ടിയും കോലും കളിച്ചോ, ഇവിടെ ഇരിക്കണ്ട. ദാദാ കി ഗാഡി കമായി കെ രൂപയെ ക്യോ ബർബാദ് കർത്തേ ഹോ, ദാദാ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ അച്ഛനെയാണ്. അച്ഛൻ്റെ ഗാഡി കമായി എന്നുദ്ദേശിക്കുന്നത് മെഹനത് കി കമായി, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കഷ്ടപ്പാടിൻ്റെ പൈസ, കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ. ക്യോ ബർബാദ് കർത്തേ ഹോ, നീ എന്തിനാ ഇത് വെറുതെ ദുരുപയോഗം ചെയ്യുന്നത്? നീ എന്തിനാ ഇത് വെറുതെ നശിപ്പിച്ച് കളയുന്നത്? നീ വീട്ടിൽ പോയി എന്തെങ്കിലും കളിച്ചോണ്ടിരുന്നോ, ഗുല്ലിഡണ്ട കളിച്ചോ, കുട്ടിയും കോലും കളിച്ചോ. ദാദാക്കി ഗാഡി കമായി കെ രൂപയെ ക്യോ ബർബാദ് കർത്തേ ഹോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മേ യഹ് ലതാഡ് സുൻകർ ആസു ബഹാനെ ലഗ്താ, ഞാൻ ഈ ലതാഡ് എന്താണ്? വഴക്ക് കേട്ടിട്ട് ആസു ബഹാനെ ലഗാ, കണ്ണുനീർ ഒഴുക്കാൻ തുടങ്ങി എന്ന് വെച്ചാൽ കരയാൻ തുടങ്ങി. എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് കരഞ്ഞാൽ മതിയോ? ഇനിയിപ്പോൾ നോക്കാം നമ്മുടെ ചോട്ടേ ഭായ് സാഹിബ് നന്നാവോ ഇല്ലയോ എന്ന്. ജവാബ് ഹി ക്യാ ഥാ, ഇതിൻ്റെ ഉത്തരം ഞാൻ എന്ത് പറയണം? ജവാബ് ഹി ക്യാ, അപരാധ് തോ മേനെ കിയ, കുറ്റം ചെയ്തത് ഞാനാണ്. ലതാഡ് കോൺ സഹേൽ, അപ്പോൾ വഴക്ക് കേൾക്കേണ്ടത് ആരാണ്? കുറ്റം കേൾക്കേണ്ടത് ആരാണ്? ഞാൻ തന്നെയാണ്. ഭായ് സാഹബ് ഉപദേശ് കി കലാമെ നിപുണത്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുപോലൊരു സെൻറ്റൻസ് മാർക്ക് ചെയ്ത് തന്നിരുന്നു. ബഡേ ഭായ് സാഹബ് ബഡേ അധ്യയൻശീൽ ഥേ, വളരെ കഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മുടെ ബഡേ ഭായ് സാഹബ് എന്ന് ഞാൻ പറഞ്ഞു.
അത് ഒരു ഗുണമാണ് നമ്മുടെ ബഡേ ഭായ് സാഹബിൻ്റെ. വേറൊരു ഗുണം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ്? ഭായ് സാഹബ് ഉപദേശ് കി കലാമെ നിപുണത് ഹെ. ഉപദേശ് കി കലാമെ ശ്രേഷ്ഠ ഹെ. ഉപദേശിക്കുന്ന കലയിൽ വളരെയധികം പ്രാവീണ്യമുള്ള ഒരാളാണ് ആര്? നമ്മുടെ ബഡേ ഭായ് സാഹബ്. ഓക്കെ, കഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ആളും ഉപദേശിക്കാൻ അറിയാവുന്ന ആളുമാണ് നമ്മുടെ ബഡേ ഭായ് സാഹബ്. ऐसी लगती बातें कहते. ഇനി ഉപദേശത്തിനെ കുറിച്ച് പറയുകയാണെ. ऐसी लगते बातें कहते. ഇതുപോലെ എന്താണ്? ലഗ്തി ബാത്തേ കഹത്തെ, ഹൃദയത്തിൽ കൊള്ളുന്ന, ഉള്ളിൽ കൊള്ളുന്ന രീതിയിലുള്ള വാക്കുകളാണ് ആര് പറയുന്നത്? നമ്മുടെ बड़े भाई साहब. ऐसे ऐसे सूखती बाण चलाते कि मेरे जिगर के टुकड़े टुकड़े हो जाते और ഹിമ്മത്ത് ടൂട്ട് ജാത്തെ. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. സൂക്തി ബാൺ, വാക്കുകളുടെ ശരം. ശരം എന്ന് വെച്ചാൽ എന്താണ്? അമ്പ്. വാക്കുകൾ കൊണ്ട് അമ്പ് ചെയ്ത് മേരെ ജിഗർ കെ ടുക്കടേ ടുക്കടേ ഹോ ജാത്തെ. എൻ്റെ ഹൃദയത്തിനെ പീസാക്കുന്ന ആര്? നമ്മുടെ ബഡേ ഭായ് സാഹബ്. ഉപദേശ് കി കലാമെ നിപുണത്തെ. അതുകൊണ്ട് തന്നെ വാക്കുകളും അത്രയ്ക്ക് തീവ്രതയേറിയതായിരിക്കാം. ഹോ ജാത്തെ ഓർ ഹിമ്മത്ത് ടൂട്ട് ജാത്തെ. എത്ര ധൈര്യത്തിൽ എതിർക്കാൻ നിന്നാലും ആ വാക്കുകൾ കൊണ്ട് നമ്മുടെ ഹിമ്മത്ത് ടൂട്ട് ജാത്തി, നമ്മുടെ ധൈര്യത്തിനെ നശിപ്പിച്ച് കളയും. ആര്? നമ്മുടെ ബഡേ ഭായ് സാഹബ്. ഇസ് തരഹ ജാൻ തോടിക്കർ മെഹനത്ത് കർണേ കി ശക്തി മേ അപ്നെ മേ ന പാത്താ ഥാ. ഇതുപോലെ ഇങ്ങനെ ജീവൻ കളഞ്ഞ് അല്ലെങ്കിൽ സമയം കളഞ്ഞ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവൻ മരണ പോരാട്ടമായിട്ട് മെഹനത്ത് കർണേ കി ശക്തി, പരിശ്രമിക്കുന്ന ശക്തി, ഇങ്ങനെ ജീവൻ കളഞ്ഞ് പരിശ്രമിക്കാനുള്ള ശക്തി മേ അപ്നെ മേ ന പാത്താ ഥാ, ഞാൻ എന്നിൽ കാണുന്നില്ല. ഓർ ഉസ് നിരാശാമേ, അതുകൊണ്ട് ആ ഒരു നിരാശയിൽ മേ ജറാ ദേർ കെ ലിയെ മേ സോച്താ ഥാ. ആ ഒരു നിരാശാമേ കുറേ നേരത്തേക്ക് ഞാൻ സോച്നെ ലഗ്താ, ഞാൻ ചിന്തിച്ചു. ക്യോനെ ഘർ ചലാ ജാവൂ. എന്താ വീട്ടിൽ പോയാൽ? അതെന്താ ഞാൻ വീട്ടിൽ പോയാൽ? വീട്ടിൽ പോകുന്നതല്ലേ നല്ലത്, ഇങ്ങനെ വെറുതെ കഷ്ടപ്പെടാൻ പറ്റാത്ത ആൾ. ജോ കാം മേരെ ബൂത്തേക്ക് ബാഹർ ഹെ. ഈ കാര്യം മേരെ ബൂത്തർക്കെ ബാഹർ ഹെ. മേരെ ബൂത്തർക്കെ ബാഹർ ഹെ എന്ന് വെച്ചാൽ എന്താണ്? എന്നെ കൊണ്ട് കഴിയാവുന്നതിലും അപ്പുറമാണ്, എൻ്റെ കഴിവിനെക്കാട്ടിലും അപ്പുറത്താണ് എന്താണ് ഈ പഠിക്കുന്ന കാര്യം എന്നാണ് നമ്മുടെ ചോട്ടെ ഭായ് സാഹബ് പറയുന്നത്. എനിക്കങ്ങനെ തോന്നുന്നില്ല, അങ്ങനെയുള്ളവരാരും കാണില്ല. ओके, जो काम मेरे बूते के बाहर है उसमें हाथ डालकर क्यों अपनी ज़िंदगी ഖരാബ് കരൂ. അതിൽ വെറുതെ കൈയിട്ടിളക്കി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് ചെയ്തുകൊണ്ട് ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നത്? എന്തായാലും ഞാൻ കളിച്ച് കിടക്കും, പരീക്ഷയ്ക്ക് പൊട്ടും, അപ്പോൾ എനിക്ക് എന്തായാലും ഒന്നും കിട്ടത്തില്ല. അതിന് പകരം ഇപ്പോഴേ പോയി പണിയെല്ലാം എടുത്ത് ശീലിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ബഡേ ഭായ് ചോട്ടെ ഭായ് സാഹബ് ചിന്തിച്ചു. വീട്ടിൽ പോകുന്നതാണ് നല്ലതെന്ന്. മുझे अपना മൂർഖ രഹന മൻസൂർ ഥ. എനിക്ക് എന്നെ ഒരു മണ്ടനാക്കി അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവനായിട്ട് ഇരിക്കുന്നത് മൻസൂർ ഥ, സമ്മതമായിരുന്നു. ലേക്കിൻ ഉത്നി മെഹനത് സെ മുझे तो ചക്കർ ആ ജാത്ത. പക്ഷേ കഷ്ടപ്പാട് ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പം തന്നെ തല കറങ്ങുന്നു. ലേക്കിൻ ഖണ്ടേതോ ഖണ്ടേക്കെ ബാദ്. പക്ഷേ ഇപ്പം തന്നെ തല കറങ്ങുന്നു, അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന് പിന്നീട് ഖണ്ടേതോ ഖണ്ടേക്കെ ബാദ് 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നിരാശാക്കെ ബാദൽ ഫട്ട് ജാത്തെ. നിരാശയൊക്കെ അങ്ങ് പോയി. ബാദൽ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന മേഘമാണ്, നിരാശയുടെ മേഘം. അതൊരു കാവ്യാത്മകമായിട്ട് നമ്മുടെ കവി പറയാണ്, ആ ലേഖകൻ. ഓക്കെ, കുറച്ച് നേരം ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ നിരാശ മുഴുവൻ പോയി. ഓർ മേ ഇരാദാ കർത്താക്കി. പിന്നെ ഞാൻ എന്താണ്? ഇരാദാ കർത്ത എന്ന് വെച്ചാൽ എന്താണ്? ഇരാദാ കർത്ത, നിശ്ചയ് കർത്ത, ഞാൻ നിശ്ചയിച്ചു. ഇരാദാ കർത്താക്കി, ഞാൻ നിശ്ചയിച്ചു. कि आगे से खूब जी लगाकर പഠൂക. ആകെ സെ, ഇനി അങ്ങോട്ട്, ഖൂബ് നല്ല പോലെ, ജി ലഗാക്കർ മനസ്സിരുത്തി, പഠൂങ്ക പഠിച്ചിരിക്കും. ചട്പട്ട് എക് ടൈം ടേബിൾ ബനാ ഡാൽത്ത. ചടപടാന്നൊരു ടൈം ടേബിൾ ഉണ്ടാക്കി. ബിനാ പെഹലെ സെ നക്ഷ ബനായെ കോയി സ്കീം തയ്യാർ കിയെ കാം കേസെ ശുരു കരാം. എങ്ങനെ ജോലി തുടങ്ങണമെന്നുള്ള ഒരു സ്കീം, ഒരു ഐഡിയ, ഒരു പ്ലാനൊക്കെ തയ്യാറാക്കി. ടൈം ടേബിൾ മേ ഖേൽകൂദ് കി മത് ബിൽക്കുൽ ഉഡ് ജാത്തി.
അപ്പോൾ ടൈം ടേബിളിനകത്ത് ഖേൽകൂദ് കി മത്, കളിക്കുക എന്നുള്ള വിഷയം ബിൽക്കുൽ ഉഡ്ജാത്തി, മൊത്തത്തിൽ ഉഡ്ജാത്തി മറ്റേ ഉഡല്ല ഉഡ്ജാത്തി, സമാപ്ത് ഹോ ഗയ, മൊത്തത്തിൽ നിർത്തി. കളിക്കുക എന്നുള്ള കാര്യം ആ ടൈം ടേബിളിൽ ഇല്ല, ആ ഒരു വിഷയമേ ഇല്ല. പ്രാതകാൽ 6 ബജെ ഉഠന, രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുക. മുഹ് ഹാത്ത് ധോ, വായും കൈയും മുഖവും കൈയും എല്ലാം കഴുകുക. നാശ്ത കർ, ചായ കുടിക്കുക. പഠനെ ബൈഠ് ജാന, പിന്നെ അങ്ങോട്ട് പഠിക്കാതിരിക്കുക. 6 മണിക്ക് എഴുന്നേൽക്കുക. ടൈം ടേബിളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ടേബിൾ നോക്കുക, ഉപദേശം നോക്കുക. ഓക്കെ, പിന്നെ ഉപദേശം കേട്ട് കഴിഞ്ഞ് നമ്മുടെ ചോട്ടെ ഭായ് സാഹബിൻ്റെ മാനസികാവസ്ഥ അതൊക്കെ നോക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പ്രാതകാൽ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുക. മുഹ് ഹാത്ത് ധോ, വായുമുഖം കഴുകുക. ചായ കുടിക്കുക. പഠിക്കാനിരിക്കുക. 6 से 8 തക് അംഗ്രേസി, 6 മുതൽ 8 വരെ ഇംഗ്ലീഷ് പഠിക്കുക. 8 മണിയാണ്, 6 മണി മുതൽ 8 മണി വരെ ഇംഗ്ലീഷ് പഠിക്കുക. 8 से 9 തക് ഹിസാബ്, 8 മണി മുതൽ 9 മണി വരെ മാത്സ് പഠിക്കുക. പിന്നെന്താണ് ഓക്കെ, കുറച്ചും കൂടെ ഈ ഒരു പാരഗ്രാഫും കൂടെ അങ്ങ് തീർക്കാം, അപ്പോഴത്തേക്കും കഴിയും നമ്മുടെ. 9 से 9:30 തക് ഇതിഹാസ്, 9 മണി മുതൽ 9:30, ഏതൊരു നമ്പറിൻ്റെ മുന്നിൽ 9:30 എന്ന് വെച്ചാൽ, ഇപ്പോൾ 9:30 എന്ന് വെച്ചാൽ 9:30, 10:30 എന്ന് വെച്ചാൽ 10:30, അതുപോലെ 9 से 9:30 തക്, 9 മുതൽ 9:30 വരെ ഇതിഹാസ്, ഹിസ്റ്ററി. ഫിർ ഭോജൻ, പിന്നീട് ആഹാരം കഴിക്കുക. ഓർ സ്കൂളിൽ പോവുക. 3:30 ബജെ എന്ന് വെച്ചാൽ എന്താണ്? 3:30. 3:30 എന്ന് വെച്ചാൽ 3:30. സ്കൂൾ സേ വാപ്പിസ് ഹോക്കർ, സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന്. ആധാ ഘണ്ട, ആധാ എന്ന് വെച്ചാൽ അര മണിക്കൂർ. ആരാം, വിശ്രമം, റെസ്റ്റ്. 3:30 വന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ്. അപ്പോൾ ബാക്കി എത്ര മണിക്ക് ഇനി തുടങ്ങും? 4 മണിക്ക് തുടങ്ങും. 4 से 5 तक, 4 से 5 तक ഭൂഗോൾ. 4 മണി മുതൽ 5 മണി വരെ എന്താണ്? ഭൂഗോൾ, ജോഗ്രഫി. 5 से 6 तक ഗ്രാമർ, 5 മണി മുതൽ 6 മണി വരെ എന്താണ്? ഗ്രാമർ പഠിക്കുക. ആധാ ഘണ്ട ഹോസ്റ്റൽ, ആധാ ഘണ്ട എന്താണെന്ന് പറഞ്ഞാൽ അരമണിക്കൂർ. ഹോസ്റ്റൽ കെ സാമനെ ഹി, ഹോസ്റ്റലിൻ്റെ അവിടെ ഇവിടെ എല്ലാം ടഹൽന അല്ലെങ്കിൽ ഘൂംന, ചുമ്മാ ഹോസ്റ്റലിന് ചുറ്റും അവിടെ ഇവിടെയൊക്കെ നടക്കുക. 6:30 से 7 तक, 6:30, ഞാൻ കുറേ പ്രാവശ്യമായിട്ട് പറയുകയാണ് ഈ 6:30, 6:30 से 7 तक, 7 മണി വരെ അംഗ്രേസി കോമ്പോസിഷൻ, ഇംഗ്ലീഷ് കോമ്പോസിഷൻ. ആ ഒരു സബ്ജക്റ്റ് ചിലരൊക്കെ കേട്ടുപോലും കാണത്തില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ 10th ഏത് ക്ലാസ്സിലായാലും ഇംഗ്ലീഷ് കോമ്പോസിഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് കോമ്പോസിഷൻ ഉണ്ട് നമ്മുടെ ആർക്ക്? ചോട്ടെ ഭായ് സാഹിബിന്. അപ്പോൾ അത് പഠിക്കുന്നു. ഫിർ ഭോജൻ കർക്കെ 8 से 9 तक, പിന്നീട് കഴിച്ചിട്ട് 8 से 9 तक, 8 മണി മുതൽ 9 മണി വരെ അനുവാദം എന്ന് വെച്ചാൽ എന്താണ്? ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ അനുവാദത്തിൻ്റെ ശരിക്കും അർത്ഥം എന്ന് വെച്ചാൽ ട്രാൻസ്ലേഷൻ മീൻസ് ഇപ്പോൾ എന്താ, ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നൊക്കെ പറയത്തില്ല, വിവർത്തനം ചെയ്യുക. അത് ആ ഒരു പണിയാണ്, ആ ഒരു സബ്ജക്റ്റ് ആയിരിക്കാം. 9 से 10 तक ഹിന്ദി, 9 മണി മുതൽ 10 മണി വരെ ഹിന്ദി. 10 से 11 तक വിവിധ വിഷയ്, വിവിധങ്ങളായ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താണ്, എല്ലാം പഠിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ സബ്മിറ്റ് ചെയ്യേണ്ട, നാളെ പഠിച്ചുകൊണ്ട് പോകുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്, എല്ലാ സബ്ജക്റ്റിൽ നിന്നും പഠിക്കണം. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ അപ്പോൾ പെട്ടെന്ന് പഠിക്കാനുള്ള സമയം. ഫിർ വിശ്രാം, പിന്നെ കിടന്നുറങ്ങുക അല്ലെങ്കിൽ വിശ്രമിക്കുക. അപ്പോൾ എത്ര മണിക്കാണ് കിടന്നുറങ്ങുന്നത്? 11 മണിക്ക് കിടന്നുറങ്ങുക. അപ്പോൾ നമുക്കൊന്ന് കണക്കും കിട്ടി നോക്കിയാൽ 6 മണിക്ക് എഴുന്നേൽക്കുക. ഇപ്പോൾ നമ്മുടെ ചോട്ടെ ഭായ് സാഹിബിന് ആവശ്യമായിട്ട് ഉറക്കം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 12 5 ഓക്കെ, 6 മണിക്കൂർ 7 മണിക്കൂർ ഉറക്കം കിട്ടുന്നു. കറക്റ്റായിട്ട് ഉറങ്ങുന്നുമുണ്ട്, എല്ലാം പഠിക്കുന്നുമുണ്ട്. പക്ഷെ കളിക്കുന്നൊരു വിഷയം മാത്രമില്ല. ആ ഒരു അരമണിക്കൂർ കറങ്ങി നടക്കാനുണ്ട്, ആ സമയം വേണമെങ്കിൽ കളിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ തിരിച്ച് കയറണമെന്നുള്ളൂ കുറച്ച് സമയത്തിന്. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു ടൈം ടേബിൾ. ഇതൊക്കെ നടന്നു. ഇനി ഇപ്പോൾ 10th ക്ലാസ്സാണ്. എന്തൊക്കെ സംഭവം ചോട്ടെ ഭായ് സാഹബല്ല, നിങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങളും അതുപോലെ കളിക്കാതിരിക്കുക.
അപ്പോൾ ബാക്കി അടുത്ത പാർട്ട്, 3rd പാർട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. ഇനി സോറി, ഞാൻ കുറേ നാളെ സെക്കൻഡ് പാർട്ട് ഇടാൻ കുറേ താമസിച്ചു, അപ്പം ക്ഷമിക്കുക. നമുക്ക് പെട്ടെന്ന് തീർത്തങ്ങ് പോകും ഓരോ ചാപ്റ്റർ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സി യു, അസ്സലാമു അലൈക്കും. ഓക്കെ.